ഞാൻ ഇൻഫാമിൻ്റെ പരിപാടികളിൽ വളരെയൊന്നും പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. എന്നാൽ കട്ടപ്പനയിൽ നിങ്ങൾ നടത്തിയ ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. നാം ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. അത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. നമ്മൾ ഒറ്റയ്ക്ക് നടന്നാൽ കുറേ ദൂരം വളരെ വേഗത്തിൽ നടക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ കൂടുതൽ ദൂരം നമുക്ക് നടക്കാനായിട്ട് കഴിയും. പലപ്പോഴും കർഷകർ ഒറ്റയ്ക്ക് നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് നീങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന നേട്ടങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പരാജയങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ സംവിധാനത്തിൽ ഒറ്റയ്ക്ക് മുന്നേറുന്നവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് കർഷകരെ സംബന്ധിച്ച് വളരെ ശരിയായ ഒരു കാര്യവുമാണ്. ഒറ്റയ്ക്ക് പോയവരൊക്കെ പരാജയപ്പെട്ടതിൻ്റെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും, നമ്മുടെ ചുറ്റും കാണും. ഇവിടെയാണ് ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരുമിച്ച് മുന്നേറുന്നത്. 25,000 കുടുംബങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഈ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കർഷക പ്രസ്ഥാനമായി ഇൻഫാം വളർന്നതിൻ്റെ കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ഈ ഒരുമിച്ചുള്ള മുന്നേറ്റം, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, കാർഷിക മേഖലയുടെ വളർച്ച, അതിനെല്ലാം ഈ ഒരുമിച്ചുള്ള മുന്നേറ്റം നമുക്ക് ആവശ്യമാണ്. ഒരുമിച്ച് മുന്നേറിയില്ല എങ്കിൽ അവഗണിപ്പിക്കപ്പെടുന്ന ശബ്ദമായി കർഷക സമൂഹം പുറന്തള്ളപ്പെടും. അതുകൊണ്ട് നമ്മൾ സംഘടിതരാകേണ്ടതിൻ്റെ വലിയ ആവശ്യകതയുണ്ട്. ആ സംഘടിത ശക്തി നമ്മുടെ വിവിധ മേഖലകളിൽ നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യണം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഞാൻ ഭാഗമായിരിക്കുന്ന ഇടുക്കി മേഖലയിലുണ്ട്. അതൊരു പക്ഷേ കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ ആളുകൾക്ക് അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത നിരവധി പ്രശ്നങ്ങൾ ഇടുക്കിയിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പട്ടയ വിഷയങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രതിസന്ധികളിൽ കർഷകർ ഉഴലുമ്പോഴാണ് ഇടുക്കിയിൽ നിന്ന് ആളുകൾ പലരും പല വിഷയങ്ങളാൽ സ്ഥലം മാറുന്ന ഒരു ഘട്ടമാണ്. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല ഈ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ. പക്ഷേ ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖല വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇൻഫാമിൻ്റെ കരം പിടിച്ച് ഞങ്ങളുടെ കാർഷിക ജില്ലയിലെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാമമാത്രമായി ഇൻഫാം ഉണ്ടായിരുന്ന ഇടുക്കി മേഖല കുറച്ചുകൂടി സജീവമായിട്ട് ബഹുമാനപ്പെട്ട മറ്റമുണ്ടയിലച്ഛനോടും ജിനാനി പിതാവിനോടും ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എനിക്ക് വലിയ സന്തോഷവും, ഞങ്ങളെ ഇതിൽ സഹകരിപ്പിക്കുവാനായി വലിയ തുറന്ന മനസ്ഥിതിയോടുകൂടി തയ്യാറാകുന്ന ഈ വ്യക്തികളോട് ഉള്ള നന്ദിയും എനിക്കുണ്ട്. യഥാർത്ഥത്തിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ അധികാരികൾ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ മാനിഫെസ്റ്റോയിൽ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെങ്കിലും പിന്നീട് പലതും നടന്നു കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പട്ടയത്തെക്കുറിച്ചുള്ള നിയമ സംവിധാനത്തിലുള്ള ഭേദഗതി നടപ്പിലാക്കുവാനായിട്ട്
പരിശ്രമിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ്. പക്ഷെ അതിനിടത്ത് ഒരു കാലതാമസം. തെരഞ്ഞെടുപ്പിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണത് പ്രഖ്യാപിച്ചത്. ഇനിയും അതിൻ്റെ കുറേ നടപടികൾ പൂർത്തിയാക്കാനായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സമൂഹം വളരുന്നതനുസരിച്ച് ക്രിയാത്മകമായി ഭരണകൂടം ഇടപെട്ടെങ്കിൽ മാത്രമേ അടിസ്ഥാന വർഗമായ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഈ നാട്ടിൽ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, നമ്മുടെ ശബ്ദം പൊതുമണ്ഡലത്തിൽ ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചത്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ വിഷയങ്ങളൊക്കെ രാഷ്ട്രീയമായി നിയമപരമായി പരിഹരിക്കേണ്ടതും അപാകതകൾ രാഷ്ട്രീയമായിട്ട് നേരിടേണ്ടതുമായ വിഷയങ്ങളാണ്. അതുപോലെ ഇഞ്ചനാനിയിൽ പിതാവ് ഇവിടെ സൂചിപ്പിച്ച വന്യമൃഗ ശല്യം, അത് കേരളത്തിലെ മലയോര മേഖലകളിലുണ്ട്, ഇടനാട്ടിലുണ്ട്. മലയോര മേഖലയിലെയും ഇടനാട്ടിലെയും ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളല്ല തീരദേശങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ മലയോര മേഖലയിലുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളല്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ, തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ ഒറീസയിലെയോ മഹാരാഷ്ട്രയിലെയോ അല്ലെങ്കിൽ മറ്റ് അരുണാചൽ പ്രദേശിലെയൊക്കെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ വലിയൊരു കുടക്കീഴാണ് ഇൻഫാം. ഈ ഇൻഫാമിൻ്റെ കുടക്കീഴിൽ ഇന്ത്യയിലെ കർഷകരെ സംഘടിപ്പിക്കുവാനും അവരുടെ അവകാശങ്ങളും അവരുടെ കടമകളും അവരെ ഓർമ്മിപ്പിക്കുവാനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ അവരുടെ കൂടെ ശക്തിയായിട്ട് നിലകൊള്ളുവാനും ഇൻഫാം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ എല്ലാ പ്രദേശങ്ങളുടെയും പ്രശ്നങ്ങൾ സ്വഭാവത്തിലൊന്നാണെങ്കിലും വൈവിധ്യങ്ങളുണ്ട്. അപ്പം നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, 4.5 കോടിയിലധികം വിത്തുകളാണ് ജീവൻ പ്രാപിക്കാനായിട്ട് ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത്. 4.5 കോടി വിത്തുകളിലൂടെ 4.5 കോടി ചെടികൾ രൂപപ്പെടുകയാണ്. 4.5 കോടി ചെടികളിലൂടെ ഭക്ഷണമുണ്ടാകുന്നു, എത്രയോ കോടി വിത്തുകൾ ഉണ്ടാകുന്നു. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ അടുക്കളത്തോട്ടമായിട്ട് വളരുമ്പോൾ പച്ചക്കറിക്ക് നാം വിഷത്തെ ആശ്രയിക്കേണ്ടി വരികയില്ല. യഥാർത്ഥത്തിൽ ഈ തുടക്കം ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിലാണ്. നമ്മൾ സ്വയം പര്യാപ്തരായിട്ട് മുന്നേറേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടമ്മമാരെ ആ രീതിയിൽ ബോധവൽക്കരിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വീട്ടമ്മമാരെ ബോധവൽക്കരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ പല വീട്ടമ്മമാരും ഹൗസ് വൈഫ് എന്ന അലങ്കാരമുള്ള ആളുകളാണ്, ചിലർ ജോലിക്കാരാണ്. ഏത് രീതിയിലായിരുന്നാലും അവരുടെ വീടുകളിൽ പ്രകാരം ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുവാനായിട്ട് എല്ലാ വീട്ടമ്മമാർക്കും കഴിയും. സമയമില്ല എന്ന് പറയുന്ന വീട്ടമ്മമാർ അവർ മൊബൈലിൽ ചിലവഴിക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ എല്ലാവർക്കും സമയമുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. രണ്ടാമത്തെ കാര്യം, ഇൻഫാം 25,000 മാവിൻ തൈകൾ ഈ വർഷം വിതരണം ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 25,000 മാവിൻ തൈകൾ അത് മുഴുവൻ നിങ്ങൾ പരിപാലിച്ചാലേ അത് വളരുകയുള്ളൂ, പരിപാലിച്ചാലേ അത് ഫലം ചൂടുകയുള്ളൂ. ആ പരിപാലനത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കടക്കണം. ഓരോ വർഷവും സോഷ്യൽ ഫോറസ്ട്രി എത്രമാത്രം വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഭാവി പിന്നീട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷവും എത്ര ദശകങ്ങളായിട്ട് ഇത് ആരംഭിച്ചിരിക്കുന്നതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് കർഷകരൊക്കെ തേക്കോ അല്ലെങ്കിൽ മഹാഗണി, മാഞ്ചിയും ഒക്കെ കൊണ്ടുപോയി നട്ടതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് കുറേയും കൂടി മറ്റ് വൃക്ഷത്തൈകളൊക്കെയാണ് അവർ വിതരണം ചെയ്യുന്നത്. ലക്ഷക്കണക്കിനാണ് അത് കേരളത്തിൽ തന്നെ വിതരണം ചെയ്യപ്പെടുന്നത്.
പ്രിയപ്പെട്ടവരെ, ഇത് ഒരു റൊട്ടീൻ പരിപാടിയായിട്ട് ഓരോ വർഷം ആവർത്തിക്കപ്പെടുന്ന ഒരു പരിപാടിയായിട്ട് മാറുകയല്ല, മറിച്ച് ക്രിയാത്മകമായിട്ട് നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ വേസ്റ്റിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഈ മണ്ണ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഈ മണ്ണ് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് വരും തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ പ്രബുദ്ധമായ ഈ കേരളത്തിൽ മണ്ണ് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇൻഫാം വ്യത്യസ്തമായൊരു സംസ്കാരം രൂപപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇൻഫാമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിസ്ഥിതി ദിനാചരണം നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.